ശ്രീ ബി എൻ അസ്കർ, ഇവിടെ ഇവിടെ ഞാൻ പൂരം റിപ്പോർട്ട് ചെയ്ത ആളാണ് കേട്ടോ. ഒരു ആനപ്പാപ്പാൻ, ഒരു പാമ്പ് പിടിച്ചവൻ ആനയ്ക്ക് പട്ടയായിട്ട് വരുന്നു. ഈ അങ്കിത് അശോക് എന്ന് പറഞ്ഞ ആൾ അയാൾക്ക് നേരെ ചാടുകയാണ്, എടുത്തോണ്ട് പോടാതിൻ്റെ പട്ട എന്ന് ആക്രോശിക്കുകയാണ്. അടിമുടി ഉപദ്രവം കാണിക്കുകയാണ് അവിടെ. അടിമുടി ആരാധകരെ വെറുപ്പിക്കുകയാണ്. എപ്പോൾ മുതൽ? രാവിലെ മുതൽ. അതങ്ങനെ മൂത്ത് വന്ന് രാത്രി. ഇപ്പോൾ സാധാരണഗതിയിൽ പൂരത്തിൽ അത്തരം തർക്കങ്ങൾ സ്വാഭാവികമാണെന്ന് പറയുമ്പോൾ പോലും ആചാരങ്ങൾ അട്ടിമറിക്കപ്പെട്ടിട്ടില്ല. അവിടെ അവിടെ മേളപ്പന്തലിലെ ലൈറ്റ് ഓഫ് ആക്കപ്പെടുന്നു, അവിടെ മേളം നിർത്തിവെക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അവിടെ വെടിക്കെട്ട് സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ അസാധാരണമായി ഈ പൂരം അലങ്കോലമാക്കിയതിൽ രാഷ്ട്രീയമുണ്ടെന്ന് അപ്പോഴും ഇപ്പോഴും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ അങ്കിത് അശോകനെ മാറ്റണമെന്ന് പറഞ്ഞു, അപ്പോൾ തന്നെ മാറ്റുമെന്ന് പറഞ്ഞു. മാറ്റിയോ? പിന്നീട് മാധ്യമങ്ങൾ ചോദ്യം ഉയർത്തപ്പോൾ നാളുകൾക്ക് ശേഷം അങ്കിത് അശോകനെ മാറ്റിയിട്ട് മാസമൊന്നാകും മുമ്പ് അയാൾക്ക് അടുത്ത അപ്പോയിൻമെന്റ് കൊടുത്തു. ശ്രീ ബി എൻ അസ്കർ, ഒരു നടപടിയും അങ്കിത്തിനെതിരെ ഉണ്ടായിട്ടില്ല. നടപടി ആഴ്ച ഒന്നിനുള്ളിൽ റിപ്പോർട്ട് വരുന്ന മുഖ്യമന്ത്രി പറഞ്ഞേ. ഇപ്പോൾ ഇത് 5ാമത്തെ മാസമാണ്. നിങ്ങളിത് ആരെയാണ് പറ്റിക്കുന്നത് ശ്രീ അസ്കർ? ആരെ പറ്റിക്കുകയാണ് നിങ്ങൾ? ലക്ഷ്മി, പൂരം കേരളത്തിന്റെ സാംസ്കാരിക മഹോത്സവമാണ്. ഒരുപക്ഷെ കേരളം ഇത്രയധികം ആഘോഷിക്കപ്പെടുന്ന മറ്റൊരു സാംസ്കാരിക പരിപാടി ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. തൃശ്ശൂർ പൂരത്തെ അത്ര അധികം കേരളത്തിലെ മുഴുവൻ ആളുകളും അങ്ങനെ നെഞ്ചിലേറ്റിയിട്ടുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും തൃശ്ശൂർ പൂരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് മലയാളി കേൾക്കുന്ന ഏറ്റവും വലിയ ക്ഷതം കൂടിയാണ്. ഇവിടെ തൃശ്ശൂർ പൂരത്തിൽ ചില ഘട്ടങ്ങളിൽ ചിലർ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ള സംശയം പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോ CPIയുടെ നേതാവും വി എസ് സുനിൽകുമാറും അത്തരത്തിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്നു എന്നുള്ളത് വസ്തുതാപരമായി പരിശോധിക്കപ്പെടേണ്ട ഒരു സംഗതിയായി തന്നെയാണ് ഞാൻ കരുതുന്നത്. എപ്പോഴാണ് പരിശോധിക്കേണ്ടത് അസ്കർ? ഇതെപ്പോഴാണ് പരിശോധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഗുരുതരമായ രാഷ്ട്രീയ പശ്ചാത്തലം അതിനുണ്ട് എന്ന ആരോപണം ഉണ്ടാകുമ്പോഴാണല്ലോ മുഖ്യമന്ത്രി വന്നിരുന്ന് ഇത് DGP അന്വേഷണം ഏൽപ്പിച്ചു, ഒരാഴ്ചക്കുള്ളിൽ അത് ഗുരുതരമാണ്, ഗൗരവതരമാണ് എന്ന് പറയുന്നു, ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്തുകൊണ്ടാണ്? ആ അട്ടിമറിക്ക് പിന്നിൽ രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടോ എന്ന പരിശോധനയാണ്. ഒരു പരിശോധനയും ഉണ്ടാവുന്നില്ല. പരിശോധന ഉണ്ടോ ചോദിക്കുമ്പോൾ പാവം സുനിൽകുമാറോട് റിപ്പോർട്ട് കോടതിയിലുണ്ടോ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ശ്രീ അസ്കർ, ഈ പൂരം കലക്കിയതേക്കുറിച്ച് അന്വേഷണം കലക്കേണ്ടത് ആരുടെ താല്പര്യമാണ്? അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് ചെയ്തിട്ടുള്ള നിയമ നടപടി. അത് ആഭ്യന്തര വകുപ്പ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് ADGP ആയിട്ടുള്ള ശ്രീ MR അജിത് കുമാറിന് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തുന്നുള്ള ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് ഇപ്പൊ സർക്കാരിന് മുന്നിലുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് മേൽ എവിടെയൊക്കെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ ഇല്ല. അഡ്വക്കേറ്റ് ബി എൻ അസ്കർ, ഒരു അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുന്നിലില്ല. പോലീസ് ആസ്ഥാനത്തേക്ക് ചോദിക്കുമ്പോൾ ഇത്തരത്തിലൊന്നും ഞങ്ങൾക്കറിവില്ലേ സാറേ എന്നാണ് അവിടുന്ന് ഇടുന്ന RTA മറുപടി. ശരി, തൃശ്ശൂരേക്ക് ചോദിച്ചാലോ? ഒരു അന്വേഷണം ഇവിടെ അങ്ങനെ നടന്നിട്ടില്ല. അത് കാരണം ഈ പോലീസുകാരൊക്കെ ഇതിന് പ്രകാരം നടപടിയാണെന്ന് പറയാൻ കഴിയില്ല. അങ്കിത് അശോകനെ അവിടുന്ന് സ്ഥലം മാറ്റി. മാസം 1 പൂർത്തിയാകും മുമ്പ് ക്രൈംബ്രാഞ്ചിന്റെ ടെക് വിഭാഗത്തിന്റെ SP ആണ് ഈ പറയുന്ന വെറിയൻ പണി കാണിച്ച അങ്കിത് അശോകൻ. അഡ്വക്കേറ്റ് ബി എൻ അസ്കർ, അപ്പൊ എന്ത് നടപടിയാണ്? എന്ത് ശിക്ഷാ നടപടിയാണ്? ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്താൽ അയാൾ ജീവിതാവസാനം വരെ പുറത്തു നിൽക്കണം എന്ന് വാശി പിടിക്കുന്നിടത്താണ് നമുക്ക് തെറ്റുപറ്റുന്നത്. അന്വേഷണം നടക്കും വരെയെങ്കിലും മാറി നിൽക്കണ്ടേ ഹസ്കർ? അന്വേഷണം നടക്കും വരെയെങ്കിലും മാറി നിൽക്കണ്ടേ? അയാൾ അവിടെ തൃശ്ശൂർ പൂരത്തിന് കാണിച്ച തെമ്മാടിപ്പണിയുടെ ക്ഷീണം മാറാൻ ഒരു 2 മാസം വീട്ടിൽ റെസ്റ്റ് എടുക്കണ്ടേ അയാൾ? 2 മാസം അതുണ്ടായോ? എന്ത് ശിക്ഷാ നടപടി അങ്കിത്തിനെതിരെ? അല്ലല്ലോ, ഒരു IPS ഓഫീസർക്കെതിരെ ഒരു നടപടി എടുക്കുമ്പോൾ അതിന് നിയമപരമായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള ചില ഘടകങ്ങൾ കൂടിയുണ്ട്. സ്വാഭാവികമായും ആ നടപടിയുടെ ഭാഗമായിട്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടിരുന്നത്. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തുടർന്ന് മറ്റ് സ്ഥാനങ്ങളിലേക്ക് വന്ന് അദ്ദേഹത്തിന്റെ കടമകൾ നിർവഹിക്കുന്നതിനും കർത്തവ്യം നിർവഹിക്കുന്നതിനുള്ള യാതൊരു നിയമപരമായിട്ടുള്ള തടസ്സവും ഇക്കാര്യത്തിലില്ല. അങ്ങനെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുള്ളത്, അദ്ദേഹം തിരിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ ഡ്യൂട്ടിയിൽ ഇരിക്കുന്നു. അദ്ദേഹം ഇനി ജീവിത അവസാനം വരെ ഒരു തൊഴിലും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ പോലീസിൽ പണി ചെയ്യാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്നിടത്താണ് എന്നൊന്നും വാശി പിടിക്കുന്നില്ല. ഈ പറയുന്ന അട്ടിമണിപ്പണിക്ക് നേതൃത്വം നൽകിയെന്ന ആരോപണം ഉന്നയിക്കുന്ന ആരാണ്? ഭരണപക്ഷ MLA ആണ് കേട്ടോ, പ്രതിപക്ഷം മാത്രമല്ല, സുനിൽകുമാർ മാത്രമല്ല. ഭരണപക്ഷ MLA അവിടെ ഒന്ന് ഉന്നയിക്കുകയാണ്, അട്ടിമണിപ്പണി നേതൃത്വം നൽകിയ ആൾ എന്ന് പറയുകയാണ്. അയാളെ മാസം 1 പൂർത്തിയാകും മുമ്പ് അടുത്ത അപ്പോയിന്റ്മെന്റ് ഏൽപ്പിച്ച ആരാ? അന്വേഷണം ഏൽപ്പിച്ചത് ആരെയാ? ഈ പറഞ്ഞ പൂരം കലക്കി എന്ന ആരോപണമുള്ള ADGP.